നമസ്കാരം. ഇവർക്കും ഡെയിലി ന്യൂസ് അനാലിസിസിലേക്ക് സ്വാഗതം. നമുക്ക് ഹിന്ദു ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസ് ആണ്. ഇന്ന് ഹിന്ദു ന്യൂസ് പേപ്പർ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് 4 ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ആണുള്ളത്. അതിനകത്ത് ഫസ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡിറ്റോറിയൽ പേജിലെ ആർട്ടിക്കിളാണ്. 2 ആർട്ടിക്കിളിന്റെ കോമ്പിനേഷൻ ആണ്. മെയിൻലി ഡീൽ ചെയ്യുന്ന റെഫ്യൂജി ക്രൈസിസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ജനറൽ സ്റ്റഡീസ് പേപ്പർ ടു ഗവേണൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ ആയിരിക്കും ഈ 2 ടോപ്പിക് മീൻസ് റെഫ്യൂജി ക്രൈസിസിന് അണ്ടറിൽ വരുന്ന 2 എഡിറ്റോറിയൽ പേജിലെ ആർട്ടിക്കിൾസ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ഒരു ടോപ്പിക്കിനകത്ത് റെഫ്യൂജി ക്രൈസിസ് എന്ന് പറയുമ്പോഴേക്കും മെയിൻലി ഇവിടെ ഡിസ്കസ് ചെയ്യപ്പെടുന്നത് മ്യാൻമാറിൽ നിന്നും ഈ പറഞ്ഞ പോലെ ഇന്ത്യയിലേക്കൊക്കെ തന്നെ അഭയാർത്ഥികളായിട്ട് കയറി വരുന്ന റോഹിംഗ്യാസിനെ കുറിച്ചാണ്. ഒരുപക്ഷെ നിങ്ങൾ വാർത്തയിലൊക്കെ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടാവും, റോഹിംഗ്യ റെഫ്യൂജി ക്രൈസിസ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. അപ്പൊ അതിപ്പം ഇന്ത്യയുടെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ വലിയൊരു ഭീഷണി ഉയർത്തുന്നുണ്ട്. അതൊരു നമ്പേഴ്സിന്റെ കാര്യത്തിലേക്കാണ് വളരെയധികം കൂടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഇന്റേണൽ സെക്യൂരിറ്റി അത് ബാധിക്കുന്ന രീതിയിലേക്കൊക്കെ കുറച്ച് രീതിയിൽ വാർത്തകളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇന്നത്തെ എഡിറ്റോറിയൽ പേജിൽ ഈ ഒരു റെഫ്യൂജി ക്രൈസിസിനകത്ത് റോഹിംഗ്യാസിനെ കുറിച്ചിട്ട് ആർട്ടിക്കിൾ വന്നിരിക്കുന്നത്. സോ അപ്പൊ 2 ആർട്ടിക്കിൾസ് കൂടെ ക്ലബ് ചെയ്തായിരിക്കും നമ്മളവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. ദെൻ രണ്ടാമത്തെ ടോപ്പിക് ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 എക്കോളജി ആൻഡ് എൻവയോൺമെന്റ് പോയിന്റ് ഓഫ് വ്യൂ ഉള്ള ആർട്ടിക്കിളാണ്. അതായത് അർബൻ ഹീറ്റ് ഐലൻഡുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ്. അതായത് പ്രത്യേകിച്ച് ഇപ്പൊ നമ്മുടെ നഗരങ്ങളിലൊക്കെ തന്നെ ചൂട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഓരോ വർഷം കഴിയുന്തോറും നഗരങ്ങളിലൊക്കെ അനുഭവപ്പെടുന്ന ചൂടിന്റെ അളവ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെയാണ് നമ്മൾ ഒറ്റ വാക്കിൽ അർബൻ ഹീറ്റ് ഐലൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അർബൻ ഹീറ്റ് ഐലൻഡിന് കാരണമാകുന്ന പോയിന്റുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്തൊക്കെ കാരണങ്ങളാണ് ഇപ്പം അർബൻ ഏരിയാസിൽ കമ്പയർഡ് ടു റൂറൽ ഏരിയാസിനേക്കാളും ചൂട് വർദ്ധിക്കുന്നത് എന്നുള്ളതാണ് ആ ഒരു ടോപ്പിക്കിനെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. കാരണം അത് പ്രിലിംസിന് വളരെയധികം ആവശ്യം വരുന്നതാണ്. കാരണം ഡയറക്ട്ലി അത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ PYQ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ദെൻ മൂന്നാമത്തെ ടോപ്പിക് ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. ആസാമിലെ പൊബിച്ചോറ വൈൽഡ് ലൈഫ് സാങ്ച്വറി ഒരു ആർട്ടിക്കിൾ ആയിട്ട് ആയിരുന്നില്ല ഈ ഒരു ടോപ്പിക് ഉള്ളത്. ബട്ട് ഹിന്ദു ന്യൂസ് പേപ്പറിൽ ഇന്നത്തെ അകത്തെ പേജിൽ ഈ ഒരു പൊബിച്ചോറ വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ ഒരു ഫോട്ടോ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഫോട്ടോഗ്രാഫ്സ് എന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ചോദ്യങ്ങൾ വരെ ചോദിക്കാൻ സാധിക്കും. 1 ഹോൺ ട്രെയിനൊക്കെ അവിടെ നിൽക്കുന്ന ഒരു ഫോട്ടോസ് ഒക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു. ശരിവേ പൊബിച്ചോറ വൈൽഡ് ലൈഫ് സാങ്ച്വറിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ടോപ്പിക് പഠിക്കാനായിട്ടുണ്ട്. പിന്നെ മറ്റൊരു ടോപ്പിക് സിക്കിൾ സെൽ അനീമിയയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അത് സയൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ വരുന്ന കാരണമാണ് ജനറൽ സ്റ്റഡീസ് പേപ്പർ 3യുടെ പോയിന്റ് ഓഫ് വ്യൂ ആ ഒരു ടോപ്പിക്കും പഠിക്കുന്നത്. ദെൻ ഈ ടോപ്പിക്കിൽ നിന്നൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കിന് എടുത്താണ് പ്രിലിംസിന്റെ MCQ ലാസ്റ്റ് നമ്മൾ സോൾവ് ചെയ്യും. ഇങ്ങനെയായിരിക്കും നമ്മുടെ ഇന്നത്തെ ഈ ഒരു DNA സെഷൻ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ സമയം കളയാണ്ട് നമുക്ക് ടോപ്പിക്കിലേക്ക് എടുക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ ഫസ്റ്റ് ടോപ്പിക്ക്, റെഫ്യൂജി ക്രൈസിസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വന്ന 2 ആർട്ടിക്കിളാണ് നിങ്ങൾക്ക് ഇവിടെ സൈഡ് ബൈ സൈഡ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. ഒന്ന് പ്രിയാലിസൂർ എന്ന് പറയുന്ന ഒരാൾ എഴുതിയ ഒരു ആർട്ടിക്കിളാണ്. ദെൻ രണ്ടാമത് നമ്മുടെ തിരുവനന്തപുരം എന്നുള്ള MP ആയ ശശി തരൂർ എഴുതിയിട്ടുള്ള ആർട്ടിക്കിളുമാണ്. സോ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തതാണ്. ബട്ട് ഇതിനകത്ത് നമ്മൾ ആദ്യം ഈ ഒരു ടോപ്പിക് ആയിരിക്കും, അതായത് ഇൻവിസിബിൾ സഫറിംഗ് ഓഫ് റോഹിംഗ്യ റെഫ്യൂജീസ് എന്നുള്ള ടോപ്പിക് ആയിരിക്കും ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിനുശേഷമായിരിക്കും ഈ ഒരു ബ്ലൂ പ്രിന്റ്സ് ബിയോണ്ട് ബോർഡേഴ്സ് ഫോർ സൊലൈസ് ആൻഡ് ഷെൽട്ടർ എന്നുള്ള ഈ ടോപ്പിക്കിനെ കുറിച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഈ ഒരു ടോപ്പിക്കിനകത്ത് ഫസ്റ്റ് ടോപ്പിക്കിനെ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്, ആദ്യമായിട്ട് ആരാണ് ഈ റോഹിംഗ്യ റെഫ്യൂജീസ് എന്നുള്ള കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കും. എന്നിട്ട് ഈ പറഞ്ഞ പോലെ ഇവർ നേരിടുന്ന പ്രശ്നങ്ങൾ, അതായത് എന്തൊക്കെ കാരണങ്ങളാണ് ഇവർ സ്വന്തം രാജ്യമായ മ്യാൻമാറിൽ നിന്നും ഇങ്ങോട്ടേക്കൊക്കെ തന്നെ കുടിയേറി പാർക്കുന്നത്, അങ്ങനെയുള്ള പോയിന്റുകളൊക്കെ ഡിസ്കസ് ചെയ്യും. അതിനോടൊപ്പം ഈ പറഞ്ഞ പോലെ നമ്മൾ അതിന്റെ ഒരു കറക്റ്റീവ് മെഷർ, അല്ലെങ്കിൽ അവിടെ നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു മെഷറിനെ കുറിച്ചിട്ടാണ് ഈ ഒരു രണ്ടാമത്തെ ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ അപ്പോൾ ഇത് ഫസ്റ്റ് പഠിച്ചതിന് ശേഷം ഈ രണ്ടാമത്തെ ആർട്ടിക്കിലേക്ക് നമുക്ക് പഠിക്കുമ്പോൾ ആ ഒരു പിക്ചർ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, സോ അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു ആർട്ടിക്കിൾസ് എല്ലാം ഇന്നത്തെ ദിവസം വന്നിരിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. വേൾഡ് റെഫ്യൂജി ഡേ ആണ് അല്ലെ. ജൂൺ 20 ജൂൺ 20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് റെഫ്യൂജി ഡേ ആണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ആർട്ടിക്കിൾ വന്നിരിക്കുന്നത്. സോ ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ടത് റെഫ്യൂജീസ് ആരാന്നുള്ള കാര്യം മനസ്സിലാക്കണം. കാരണം നമ്മൾ പലപ്പോഴും അറിഞ്ഞും അറിയാതെയും ഈ റെഫ്യൂജി മൈഗ്രൻസ് ഇതിനെ രണ്ടിനെയും ഓവർലാപ്പ് ചെയ്ത് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. രണ്ടും രണ്ട് തരം ആൾക്കാരാണ്. റെഫ്യൂജി എന്ന് പറയുന്ന ഒരു കൈൻഡ് ഓഫ് പീപ്പിളും മൈഗ്രൻസ് എന്ന് പറയുന്ന വേറൊരു കൈൻഡാണ്. ഇതിനെ രണ്ടിനെയും കൂടെ ഓവർലാപ്പ് ചെയ്ത് മീൻസ് ഒരേ സന്ദർഭത്തിലല്ല ഉപയോഗിക്കേണ്ടത്. കാരണം റെഫ്യൂജീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ആർ ദ പീപ്പിൾ ഔട്ട്സൈഡ് ദെയർ കൺട്രീസ്. ഓക്കെ, അവരുടെ സ്വന്തം രാജ്യത്തിന് പുറത്ത് നിൽക്കുന്ന ഒരാൾക്കാരാണ് ഹു ആർ ഇൻ നീഡ് ഓഫ് ഇന്റർനാഷണൽ പ്രൊട്ടക്ഷൻ ബിക്കോസ് ഓഫ് എ സീരിയസ് ത്രെറ്റ് ടു ദെയർ ലൈഫ്, ഫിസിക്കൽ ഇന്റഗ്രിറ്റി ഓർ ഫ്രീഡം ഇൻ ദെയർ ഹോം കൺട്രി. അതായത് അവരുടെ സ്വന്തം രാജ്യത്ത് അവർക്ക് സേഫ് ആയിട്ട് നിൽക്കാൻ സാധിക്കാത്ത കാരണം ജീവനിൽ ഈ പറഞ്ഞ പോലെ ജീവന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് മറ്റൊരു രാജ്യത്തേക്ക് കുടിയേറി പാർത്ത ആളുകളെയാണ് നമ്മൾ റെഫ്യൂജീസ് എന്ന് ബേസിക്കലി പറയുന്നത്. ഇങ്ങനത്തെ പല ആളുകളും ഇല്ലീഗൽ ആയിട്ടായിരിക്കും, മീൻസ് ഒരു വാലിഡ് ഡേറ്റ ഡോക്യുമെന്റ്സ് ഒന്നും ഇല്ലാതെ ആയിരിക്കും മറ്റു രാജ്യങ്ങളിലേക്ക് കയറി വരുന്നത്. എന്നാൽ നമ്മൾ ഒരു സ്വന്തം, ഇപ്പൊ നമ്മൾ ഇന്ത്യക്കാരാണ്, നമ്മൾ മറ്റൊരു രാജ്യം, ഇപ്പൊ നമ്മൾ ഗൾഫിലേക്ക് അല്ലെങ്കിൽ ദുബായിലേക്ക് ഈ പറഞ്ഞ പോലെ നമ്മളൊരു ടൂറിസ്റ്റ് മീൻസ് ഒരു വെക്കേഷന് വേണ്ടിയിട്ട് പോവുകയാണ്. വെക്കേഷന് പോകുമ്പോൾ നമ്മൾ വാലിഡ് ആയിട്ടുള്ള ഈ പറഞ്ഞ പോലെ ഡോക്യുമെന്റ്സ് ഒക്കെ ആയിട്ടാണ് പോകുന്നത്. അങ്ങനെ പറയുമ്പോൾ നമ്മളിപ്പോൾ UAE ചെന്ന് കഴിഞ്ഞാൽ നമ്മളൊരു മൈഗ്രന്റ് ആണ്, നമ്മളൊരു ടൂറിസം വെക്കേഷൻ ആഘോഷിക്കാൻ വേണ്ടി വന്നൊരു മൈഗ്രന്റ് ആണെന്ന് പറയും. കാരണം UAE നമ്മൾ നമ്മുടെ ഹോം കൺട്രി അല്ല അത്, ബട്ട് നമ്മളൊരു ലീഗൽ ഡോക്യുമെന്റ്സിന്റെ ഒക്കെ സഹായത്തോടു കൂടിയാണ് അങ്ങോട്ടേക്ക് നിൽക്കുന്നത്. അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് അറിയാം, ഇപ്പൊ നമ്മുടെ രാജ്യത്ത് നിന്ന് ഒരുപാട് പേര് പഠിക്കാനായിട്ട് യൂറോപ്പിലേക്കൊക്കെ പോകുന്നുണ്ട്. ആ യൂറോപ്പിൽ ചെന്ന് കഴിയുമ്പോൾ അവരുടെ ഹോം കൺട്രി ആണോ? അല്ല, അവരുടെ ഹോം കൺട്രി ഇന്ത്യയിലാണ്. പക്ഷേ അവരവിടെ ഒരു മൈഗ്രന്റ് ആണ്, എഡ്യൂക്കേഷൻ പർപ്പസ് അല്ലെങ്കിൽ വർക്കിങ്ങിന്റെ പർപ്പസിന് വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് എന്ന ആളുകളാണ്. അവരെയാണ് ലീഗൽ ഡോക്യുമെന്റ്
ഡോക്യുമെന്റ്സോടുകൂടി മറ്റൊരു രാജ്യത്തേക്ക് ചെന്ന് കഴിയുമ്പോഴാണ് അവർ മൈഗ്രന്റ് ആയിട്ട് മാറുന്നത്. ലീഗൽ അല്ല, മീൻസ് ഇല്ലീഗൽ ആയിട്ടുള്ള ഡോക്യുമെന്റ്സ്, ലീഗൽ ആയിട്ട് ഡോക്യുമെന്റ്സ് ഒന്നും ഇല്ല, അത്തരത്തിലൊരു രാജ്യത്തേക്ക് കയറി ചെല്ലുമ്പോഴാണ് നമ്മളിവിടെ റെഫ്യൂജീസ് എന്നുള്ള കൺസെപ്റ്റ് പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന അഭയാർത്ഥികൾ എന്നൊരു കാര്യത്തിലേക്കാണ്. അതായത് സ്വന്തം രാജ്യത്ത് നിൽക്കാൻ പറ്റുന്നില്ല, അവരുടെ ജീവനോടെ ഭീഷണിയുണ്ട്, അതുകൊണ്ട് അവർ മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറി പാർക്കുമ്പോഴാണ് ഈ റെഫ്യൂജി എന്നുള്ളൊരു കൺസെപ്റ്റ് പിടികിട്ടുന്നത്. അതൊക്കെ ഇവിടെ വായിക്കാൻ മനസ്സിലാക്കാൻ പറ്റും. മൈഗ്രൻസ് ലീവ് ദെയർ കൺട്രി ബിക്കോസ് ഓഫ് ദേ വാണ്ട് ടു വർക്ക്, സ്റ്റഡി ഓർ ജോയിൻ എ ഫാമിലി. ഈ പറഞ്ഞ കാര്യങ്ങൾ കാരണമായിരിക്കും മൈഗ്രൻസ് വരുന്നത്. പക്ഷേ ജീവനിൽ പേടി കാരണമാണ് പലപ്പോഴും ആരെന്തായിട്ട് മാറുന്നത്, റെഫ്യൂജീസ് ആയിട്ട് മാറപ്പെടുന്നത്. ഓക്കെ, ദെൻ ഈ പറഞ്ഞ മൈഗ്രൻസിന് മിക്കവാറും തന്നെ വാലിഡ് ആയിട്ടുള്ള ലീഗൽ ഡോക്യുമെന്റ്സ് ഉണ്ടാവും, ലീഗൽ ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ ഉണ്ടാവും. ബട്ട് ഇവർക്ക് അത് ഉണ്ടാകാനായിട്ടുള്ള യാതൊരു പോസിബിലിറ്റിയും ഇല്ല. ഓക്കെ, ദെൻ ഇന്ത്യയുടെ റെഫ്യൂജി സിറ്റുവേഷൻസ് നമ്മൾ നോക്കുവാണെങ്കിൽ ഇതിനു മുമ്പ് ഇപ്പൊ നമ്മൾ പറയുന്നത് മോസ്റ്റ് റീസെന്റ് വൺ ആണ് മ്യാൻമാർ എന്നുള്ള റോഹിംഗ്യ റെഫ്യൂജീസ് 2022 തുടങ്ങിയതാണ്. ഇതിനു മുമ്പ് നോക്കുവാണെങ്കിൽ നമ്മുടെ പാർട്ടീഷൻ തൊട്ട് തന്നെ ഈ സംഭവം തുടങ്ങിയിട്ടുണ്ട്. പാകിസ്ഥാൻ പാർട്ടീഷന്റെ ആ ഒരു സമയത്ത് അവിടെ നിന്നും ഒരുപാട് ആൾക്കാർ ഇന്ത്യയിലേക്ക് വരുന്നുണ്ടായിരുന്നു 1947. പിന്നെ ടിബറ്റിൽ നിന്നും അവിടെ പ്രശ്നങ്ങൾ ടിബറ്റിൽ പ്രശ്നങ്ങളൊക്കെ ആ ഒരു 1959 പീരീഡിൽ വളരെ രൂക്ഷമായി കഴിഞ്ഞപ്പോഴേക്കും അവിടുന്ന് ഒരുപാട് ആൾക്കാർ ജീവനിൽ സംരക്ഷണം തേടി ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ബംഗ്ലാദേശിൽ നിന്നും 1960 സമയത്ത് 65-71 പീരീഡിൽ വീണ്ടും ബംഗ്ലാദേശിൽ നിന്നുള്ള റെഫ്യൂജീസ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ലേറ്റസ്റ്റ് 1980s ശ്രീലങ്കയിൽ നിന്നുള്ള ഈ പറഞ്ഞ റെഫ്യൂജീസും ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഇന്ത്യയിലെ റെഫ്യൂജി സിറ്റുവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ട് നമുക്കൊരു വെല്ലുവിളിയായിട്ട് മാറിയിരിക്കുന്നതാണ് റോഹിംഗ്യ ക്രൈസിസ് എന്നുള്ള കാര്യങ്ങളൊക്കെ. റോഹിംഗ്യാസ് എന്ന് പറയുമ്പോൾ ഈ മാപ്പ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. മ്യാൻമാർ എന്നുള്ളതാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. മ്യാൻമാറിന്റെ റാഖൈൻ സ്റ്റേറ്റ്, ഈ പിക്ചറിൽ നിങ്ങൾക്ക് ഈ റെഡ് കളറിൽ കാണാൻ സാധിക്കുന്ന സ്ഥലമാണ്. അതായത് ബേ ഓഫ് ബംഗാളുമായിട്ട് അതിർത്തി പങ്കിടുന്നതാണ്. സോ അവിടെ നിന്നും ആളുകൾ പലപ്പോഴും ഇന്ത്യയുടെ, ഇപ്പം മ്യാൻമാറിൽ ഇങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകൾക്ക് ഇങ്ങനെ കയറാം. അല്ലെങ്കിൽ ഇവർ പൊതുവെ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബേ ഓഫ് ബംഗാൾ ക്രോസ് ചെയ്ത് ബംഗ്ലാദേശിലെത്തും. അവിടെ നിന്നും ബംഗ്ലാദേശിൽ നിന്ന് വീണ്ടും എങ്ങോട്ടേക്ക് കയറും, ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിലേക്കാണ് ഇവർ ഇൻഫിൽട്രേറ്റ് ചെയ്ത് കയറുന്നത്. ബംഗാളിലേക്കൊക്കെ കയറുന്ന ആൾക്കാരാണ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ആ ഒരു സ്ഥലങ്ങളിലേക്കൊക്കെ തന്നെ കയറുന്ന ഇതുണ്ട്. അപ്പൊ എന്തായാലും ഇങ്ങനെയാണ് റാഖൈൻ സ്റ്റേറ്റിൽ നിന്നും ഇന്ത്യയിലേക്ക് ഈ ഒരു എന്താ പറയുക നമ്മുടെ ഈ ഒരു റോഹിംഗ്യ റിഫ്യൂജീസ് ഇന്ത്യയിലേക്ക് വരുന്നുള്ള കാര്യം മൊത്തം. ഇനി അടുത്തതായിട്ട് ആരാണ് ഈ റോഹിംഗ്യ റിഫ്യൂജീസ് എന്ന് മനസ്സിലാക്കിയിരിക്കണം. കാരണം മെയിൻസിന്റെ ആൻസേഴ്സ് ഒക്കെ എഴുതുന്ന ആവശ്യമാണ്. റോഹിംഗ്യാസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി മുസ്ലിം മൈനോറിറ്റി ആയിട്ടുള്ള വിഭാഗക്കാരാണ്. ഇവര് നമ്മളറിയാം നമ്മുടെ മ്യാൻമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബുദ്ധിസ്റ്റ് മജോറിറ്റി ആയിട്ടുള്ള സ്റ്റേറ്റ് ആണ്. അവിടെ നോക്കുമ്പോൾ ഈ റോഹിംഗ്യാസ് ആരാണ്, മൈനോറിറ്റീസ് ആണ്. സോ അവരവിടെ ഈ പറഞ്ഞ പോലെ ഇവരെ അവിടെ നിൽക്കാനായിട്ട് സമ്മതിക്കുന്നില്ല. അതായത് മീൻസ് കൾച്ചറലി ഇവരവിടെ അല്ലെങ്കിൽ റിലീജിയസ്ലി അവരവിടെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. സോ അതുകൊണ്ടാണ് ജീവനിൽ ഭയം അല്ലെങ്കിൽ ആ ജീവനിൽ ഈ പറഞ്ഞ പോലെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഇവര് ബംഗ്ലാദേശിലേക്കും അല്ലെങ്കിൽ അവിടുന്ന് ഇന്ത്യയിലേക്കും ഒക്കെ തന്നെ കുടിയേറി പാർക്കുന്നുള്ളൊരു കാര്യം ഓർക്കുക. ഈവൻ ബംഗ്ലാദേശിൽ ഇവരെ സമ്മതിക്കാറില്ല. ഇല്ലീഗൽ ഇമിഗ്രൻസ് ആയിട്ടാണ് ബംഗ്ലാദേശിൽ ഇവരെ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരവിടെ നിൽക്കാൻ സമ്മതിക്കാത്ത കാരണം ഓട്ടോമാറ്റിക്കലി അവിടുന്ന് അവരെങ്ങോട്ടേക്ക് രക്ഷപ്പെടുന്നു, ഇന്ത്യയുടെ പല ഭാഗങ്ങളിലേക്ക് ഒരു രക്ഷപ്പെട്ട് കയറി പോരാറുണ്ട്. സോ ഇവിടെ ഒരു പോയിന്റ്, ഇപ്പം ഇന്ത്യയിലാണെങ്കിൽ റോഹിംഗ്യാസിന്റെ കണക്കുകൾ നോക്കുവാണെങ്കിൽ നമ്മുടെ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെ കണക്കുകൾ പ്രകാരം ഏകദേശം 40,000 റോഹിംഗ്യാസ് ഇന്ത്യയിൽ ഉണ്ട് എന്നുള്ളതാണ് കണക്കാക്കുന്നത്. ഇവരുടെ പോപ്പുലേഷൻ സ്പ്ലിറ്റ് ചെയ്ത് നിൽക്കുന്നത് ജമ്മു ആൻഡ് കാശ്മീർ, ഹൈദരാബാദ്, ഡൽഹി, അതേപോലെ തന്നെ ഹരിയാന, UP, രാജസ്ഥാൻ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് റോഹിംഗ്യാസിന്റെ പോപ്പുലേഷൻ കൂടുതലായിട്ടും ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇനി നമ്മൾ ഇത്രയാണ് ഫസ്റ്റ് ആർട്ടിക്കിളിനകത്ത് ഉണ്ടായിരുന്നത്. ഇനി ഇതിനുള്ള സെക്കൻഡ് പ്രൊവിഷൻസ് ആണ് രണ്ടാമത്തെ ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് റെഫ്യൂജീസിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഇന്ത്യയിൽ എന്തെങ്കിലും ലീഗൽ പ്രൊവിഷൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ആദ്യം തന്നെ മനസ്സിലാക്കിയിരിക്കുക. ഇപ്പം റെഫ്യൂജീസിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ലീഗൽ പ്രൊവിഷൻസ് ആണ് യുണൈറ്റഡ് നേഷൻസിന്റെ റെഫ്യൂജി കൺവെൻഷൻ ഉണ്ട്, അതേപോലെ അതിന്റെ പ്രോട്ടോക്കോളും ഉണ്ട്. ഈ രണ്ട് സാധനങ്ങളും ഇന്ത്യ റാറ്റിഫൈ ചെയ്തിട്ടില്ല, അതായത് ഇന്ത്യ സൈൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നിയമപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ മറ്റൊരു രാജ്യത്ത് നിന്ന് വരുന്ന റെഫ്യൂജീസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഇന്ത്യക്ക് നിയമപരമായിട്ട് ബാധ്യതയില്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. ഇത് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബാധ്യസ്ഥരാകും, ഇങ്ങനെയുള്ള ആളുകളെ പ്രൊട്ടക്ട് ചെയ്യാൻ ബാധ്യസ്ഥരാകും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കാര്യങ്ങൾ സൈൻ ചെയ്തിട്ടില്ല, സൈൻ ചെയ്യുക, റാറ്റിഫൈ ചെയ്യുക ഒന്നും തന്നെ ചെയ്തിട്ടില്ല. UN റെഫ്യൂജി കൺവെൻഷൻ ചെയ്തിട്ടില്ല, പ്രോട്ടോക്കോളും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു രണ്ടാമത്തെ ആർട്ടിക്കിൾ ഉണ്ട് നമ്മുടെ എഡിറ്റോറിയൽ പേജ് രണ്ടാമത്തെ ആർട്ടിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇനി റെഫ്യൂജീസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള കാര്യമാണ് ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു റെഫ്യൂജി കൺവെൻഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആക്ട്, മീൻസ് ഈ പറഞ്ഞ സെൻട്രൽ ഗവൺമെന്റ് നമ്മളിപ്പം ഇവിടെ വാലിഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ഒന്നും ഇല്ലാതെ കയറി വരുന്ന ആൾക്കാരെ ഡീപ്പോർട്ട് ചെയ്യാറുണ്ട്, അവരുടെ സ്വന്തം രാജ്യത്തേക്ക് തിരിച്ചയക്കാറുണ്ട്. അതിനുള്ള അധികാരം നൽകുന്ന ഫോറിനേഴ്സ് ആക്ട് 1946 പ്രകാരമാണ്. ഇത് പ്രകാരമാണ് ഗവൺമെന്റ് ഇവിടെ ഇല്ലീഗലായിട്ട് വരുന്ന ആൾക്കാരെ ഡീപ്പോർട്ട് ചെയ്യുന്നത്. സോ റോഹിംഗ്യാസിനെ ആണെങ്കിൽ നമ്മൾ പലപ്പോഴും ഇങ്ങനെ ഡീപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ വീണ്ടും അവർ ഇന്ത്യയിലേക്ക് ഇൻഫിൽട്രേറ്റ് ചെയ്ത് കയറി വരികയാണ് ചെയ്യുന്നത്. പിന്നെ താൽക്കാലികമായിട്ടുള്ള ഒരു സംരക്ഷണ നിലയിൽ ഇന്ത്യയിൽ അവരെ ഈ പറഞ്ഞ പോലെ സേഫ് കസ്റ്റഡിയിലായിട്ട് താമസിപ്പിച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ബട്ട് ദേ ആർ ഇല്ലീഗൽ ഇമിഗ്രന്റ് ആയിട്ട് തന്നെയാണ് നമ്മളവരെ കണക്കാക്കുന്നത്. കാരണം നമ്മൾ ആ കൺവെൻഷൻ മീൻസ് റെഫ്യൂജി കൺവെൻഷൻ സൈൻ ചെയ്യാത്തടത്തോളം കാര്യം നമുക്ക് ഈ പറഞ്ഞ നിയമപരമായിട്ട് അവരെ പ്രൊട്ടക്ട് ചെയ്യേണ്ട യാതൊരു ബാധ്യതയുമില്ല. അവിടെ അവരുടെ സ്വന്തം സ്ഥലത്ത് ഈ പറഞ്ഞ പോലെ സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അവരെ ആ ഒരു അവരുടെ ആ ഒരു സ്വന്തം സ്ഥലമായ മ്യാൻമാറിലേക്ക് ഡിപ്പോർട്ട് ചെയ്ത് വിടുക തന്നെയായിരിക്കും ചെയ്യുന്നത്. ഓക്കെ,
സോ ഇനി രണ്ടാമത്തെ ആർട്ടിക്കിളിലേക്ക് മെയിൻലി ഈ റെഫ്യൂജീസ് ഇൻഫ്ലക്ഷനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ആർഗ്യുമെന്റ്സും അതേപോലെ തന്നെ പ്രൊട്ടക്ട് ചെയ്യേണ്ട എന്നുള്ള രീതിയിലേക്കുള്ള പോയിന്റ്സ് ആണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. സോ റെഫ്യൂജീസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് അനുകൂലിച്ച് പറയുന്ന ഒരു പോയിന്റ് ആർഗ്യുമെന്റ്സ് ഇൻ പെർമിറ്റിംഗ് ദ റെഫ്യൂജി ഇൻഫ്ലക്സ് എന്നുള്ള പോയിന്റ് ഡിസ്കസ് ചെയ്യണം. ആദ്യമായിട്ട് എന്തുകൊണ്ട് നമ്മളിപ്പം ഇങ്ങനെ വരുന്ന റെഫ്യൂജീസിനെ പ്രൊട്ടക്ട് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സൗത്ത് ഏഷ്യ മേഖലകളിൽ ഇന്ത്യ ഒരു ബിഗ് ബ്രദറായിട്ട് ആക്ട് ചെയ്യുന്നത്. ഇപ്പം തൊട്ടടുത്ത് കിടക്കുന്ന നമ്മുടെ ശ്രീലങ്ക ആയാലും ബംഗ്ലാദേശ് ആയാലും മ്യാൻമാർ, ഇവർക്കെല്ലാം ഒരു ബിഗ് ബ്രദർ കൺസെപ്റ്റ് ആണ് ഇന്ത്യ ഉള്ളത്. അപ്പൊ അവരെ സംരക്ഷിക്കേണ്ട ചെറിയൊരു ഉത്തരവാദിത്തം നമുക്ക് ആ ഒരു നിലയിൽ ഈ പറഞ്ഞ ഇന്ത്യ വരുന്ന റെഫ്യൂജീസിനെ സംരക്ഷിക്കണം എന്നുള്ള നിലപാടും ചില ആളുകൾക്കുണ്ട്. സോ അതുകൊണ്ടാണ് നേഷൻസ് ആസ്പിറേഷൻ ടു റെസ്പോൺസിബിൾ റീജിയണൽ ഗ്ലോബൽ ഫോഴ്സ്. ആ റെസ്പോൺസിബിൾ റീജിയണൽ ഗ്ലോബൽ ഫോഴ്സ് ആണ് ആ ബിഗ് ബ്രദർ കൺസെപ്റ്റ്. ഓക്കെ, ബിഗ് ബ്രദർ എന്നുള്ള ആ കൺസെപ്റ്റ്. ഓക്കെ, ദെൻ രണ്ടാമതാണ് ഇറ്റ്സ് എ ഡ്യൂട്ടി ഓഫ് ദ ബിഗസ്റ്റ് ഡെമോക്രസി ഇൻ ദ വേൾഡ്. ലോകത്തെ ഏറ്റവും വലിയ ഡെമോക്രാറ്റിക് രാജ്യമാണ് ഇന്ത്യ. അപ്പൊ അവിടെ ഈ പറഞ്ഞ പോലെ ഒരു വ്യക്തിയുടെ റൈറ്റ്സിനെ സംരക്ഷിക്കുക എന്നുള്ള, അതിനെ സേഫ് ഗാർഡ് ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്വവും നമുക്കുണ്ട് എന്നുള്ളതും അഭിപ്രായപ്പെടുന്നുണ്ട്. എന്നാൽ ഇതിനെ എതിർത്താണ് കൂടുതൽ അഭിപ്രായമുള്ളത്. കാരണം ഇങ്ങനെ വന്നു കഴിയുമ്പോൾ എസ്പെഷ്യലി നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഈ റെഫ്യൂജീസ് വന്നിട്ട് അവിടുത്തെ ജോലിയും അവിടുത്തെ റിസോഴ്സസും എല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുക. കാരണം റിസോഴ്സ് വളരെ ലിമിറ്റഡ് ആണ്. അപ്പൊ അവിടുത്തെ സ്വന്തം ആൾക്കാർക്ക് ജോലി കിട്ടുന്നില്ല. കാരണം ഈ റെഫ്യൂജീസ് ഒക്കെ എന്ന് പറയുമ്പോൾ അവർക്ക് എങ്ങനെയെങ്കിലും ഒരു താമസം കിട്ടാനായിട്ട് ഡൊമസ്റ്റിക് വേജ് ലെവലൊക്കെ വളരെ കുറഞ്ഞ, ഐ മീൻ അവിടെ ഇപ്പം നോർമൽ വേജ് 500 രൂപ എന്ന് വിചാരിച്ചു. പക്ഷേ ഇവർക്കൊരു സേഫ് ഒരു താമസം കിട്ടാനായിട്ട് ഇവർ വേണമെങ്കിൽ 200 രൂപയ്ക്ക് അവിടെ വർക്ക് ചെയ്യും. അപ്പം പിന്നെ ലോക്കൽ ആൾക്കാർ പിന്നെ അവിടുത്തെ ആൾക്കാരെ വർക്കിന് വിളിക്കത്തില്ല. പകരം ഈ റെഫ്യൂജീസിനെ ഈ പറഞ്ഞ പോലെ വർക്കിന് വേണ്ടിയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഡൊമസ്റ്റിക് വേജ് ലെവൽസിന്റെ കാര്യത്തിൽ അവിടെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നേരിടാറുണ്ട്. പിന്നെ സ്റ്റേറ്റിന്റെ ഫിനാൻഷ്യൽ അക്കൗണ്ടബിലിറ്റി അത് ബാധിക്കും. കാരണം ഇവരെല്ലാം പ്രൊട്ടക്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും സ്റ്റേറ്റിനുള്ള ഫിനാൻഷ്യൽ ബർഡൻ ആയിട്ട് മാറാനായിട്ടുള്ള ചാൻസസും വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ റെഫ്യൂജീസിനെ ഇവന്റ് നമ്മൾ പറഞ്ഞല്ലോ കൺവെൻഷണൽ പ്രോട്ടോകോൾ നമ്മൾ സൈൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് നിയമപരമായിട്ട് നമുക്ക് ഇവരെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ആവശ്യകത ഇല്ല എന്നുള്ളതാണ് ഭൂരിഭാഗം ആൾക്കാരും അഭിപ്രായപ്പെടുന്നത്. എന്തായാലും ഈ ഒരു ഇതില് ഈ പറഞ്ഞ ഈ ക്രൈസിസിൽ എത്രയും പെട്ടെന്ന് സെൻട്രൽ ഗവൺമെന്റ് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു നിയമം നിർമ്മിക്കണം. ഏത് നമ്മൾ റെഫ്യൂജീസിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന നിലപാടായിരിക്കണം സ്വീകരിക്കേണ്ടത്, അല്ലെങ്കിൽ റെഫ്യൂജീസിനെ അവരുടെ സ്വന്തം സ്ഥലത്തേക്ക് തിരിച്ചയക്കേണ്ട നിലപാട് എത്രയും പെട്ടെന്ന് സ്വീകരിക്കണം എന്നുള്ളതാണ് ഈ രണ്ട് ആർട്ടിക്കിൾസും കൂടെ ചേർന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു എഡിറ്റോറിയൽ പേജിലെ രണ്ട് ആർട്ടിക്കിൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ രണ്ടാമത്തെ ആർട്ടിക്കിളിലേക്ക് പോവുകയാണ്. ഇന്ത്യൻ സിറ്റീസ് ആർ ഹീറ്റ് ട്രാപ്സ് ദാറ്റ് മേക്ക് സമ്മേഴ്സ് വേഴ്സ്. ഒഫീഷ്യൽ IMDയുടെ ഒഫീഷ്യൽ ഡേറ്റയാണിത്. നമ്മുടെ അർബൻ ഏരിയാസിലെ ചൂടിന്റെ അളവ് കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മെയിൻലി ഈ ടോപ്പിക്കിൽ നിന്ന് പഠിക്കാൻ പറ്റുന്നത്. സോ എന്താണ് അർബൻ ഹീറ്റ് ഐലൻഡ്? ഞാൻ തുടക്കത്തിൽ സൂചിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ നഗരങ്ങൾ കമ്പയർഡ് ടു റൂറൽ അല്ലെങ്കിൽ സെമി അർബൻ ഏരിയക്കാൾ കൂടുതൽ ടെമ്പറേച്ചർ കൂടുന്ന ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ എന്തായിട്ട് വിളിക്കുന്നത്? അർബൻ ഹീറ്റ് ഐലൻഡ് എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. ആ ഡെഫിനേഷൻ അറിഞ്ഞിരിക്കുന്ന നല്ലതായിരിക്കും, പ്രിലിംസിന് അത് അറിഞ്ഞിരിക്കുന്ന നല്ലതാണ്. An urban heat island, the UHI എന്നാണ് ഷോർട്ടിൽ പറയുന്നത്. ഇറ്റ്സ് എ സിറ്റുവേഷൻ വെയർ ദ ടെമ്പറേച്ചർ ഈസ് ഡെൻസ്ലി പോപ്പുലേറ്റഡ് സിറ്റി ഇസ് ആസ് മച്ച് ആസ് 2 ഡിഗ്രി ഹയർ ദാൻ ദ സബ് അർബൻ ഓർ റൂറൽ ഏരിയാസ്. തൊട്ടടുത്ത സബ് അർബൻ അല്ലെങ്കിൽ റൂറൽ ഏരിയസിനേക്കാളും ഈ സിറ്റിയുടെ ടെമ്പറേച്ചർ 2 ഡിഗ്രി സെൽഷ്യസ് കൂടി നിൽക്കുന്ന സിറ്റുവേഷനെയാണ് നമ്മൾ അർബൻ ഹീറ്റ് ഐലൻഡ് എന്ന് ബേസിക്കലി വിശേഷിപ്പിക്കുന്നത്. ഇനി എന്ത് കാരണത്താലാണ് ഈ അർബൻ ഹീറ്റ് ഐലൻഡ് രൂപപ്പെടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ സിറ്റി മേഖലകളിലൊക്കെ തന്നെ കൂടുതൽ റോഡുകളൊക്കെ ഈ പറഞ്ഞ പോലെ റബ്ബറൈസ്ഡ് റോഡുകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ കൂടുതലും കോൺക്രീറ്റ് റോഡുകളായിരിക്കും. ഇതൊക്കെ കൂടുതൽ ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യുന്ന സാധനങ്ങൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ടെമ്പറേച്ചറിനെ അബ്സോർബ് ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ അവിടുത്തെ ടെമ്പറേച്ചർ മീൻസ് ടെമ്പറേച്ചർ ഹീറ്റിംഗ് കപ്പാസിറ്റി, തെർമൽ കണ്ടക്ടിവിറ്റി കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ചൂടിനെ അബ്സോർബ് ചെയ്തിട്ട് അവിടുത്തെ പ്രദേശം കൂടുതൽ ചൂടാക്കാനായിട്ടാണ് അത് കൂടുതൽ ശ്രമിക്കുന്നത്. അങ്ങനെ നമ്മുടെ അർബൻ ഏരിയസ് ചൂട് കൂടാറുണ്ട്. പിന്നെ ലാക്ക് ഓഫ് ഇവാപ്പോ ട്രാൻസ്പോർട്ടേഷൻ, ഇത് രണ്ട് വാക്കുകളുടെ കൂടിച്ചേരലാണ്, ഇവാപ്പറേഷനും ട്രാൻസ്പിറേഷനും. സോ ഇവാപ്പറേഷൻ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നഗരങ്ങളിൽ എല്ലാ മേഖലകളിലും വീടും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ലേക്കും അല്ലെങ്കിൽ ചെറിയ ചെറിയ എന്താ പറയാ വാട്ടർ റിസർവേഴ്സ് ഒന്നും തന്നെ കാണത്തില്ല. അതുകൊണ്ട് തന്നെ വാട്ടർ പ്രസിപ്പിറ്റേഷൻ അളവ് വളരെ കുറവാണ്. വാട്ടർ പ്രസിപ്പിറ്റേഷൻ നടന്നു കഴിഞ്ഞാലാണ് അത്യാവശ്യം നമുക്ക് ടെമ്പറേച്ചർ ഒക്കെ ഒന്ന് സ്റ്റേബിൾ ചെയ്ത് നിർത്താനായിട്ട് സാധിക്കത്തുള്ളൂ. ട്രാൻസ്പിറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെടികളൊക്കെ ആണെങ്കിലും വെള്ളം ഈ പറഞ്ഞ പോലെ ഓട്ടോമാറ്റിക്കലി അവിടെ ആ പ്രദേശങ്ങളിൽ വെള്ളം അവൈലബിൾ ആണെങ്കിൽ ചെടികൾ റൂട്ടിലൂടെ അവർ വെള്ളം വലിച്ചെടുക്കുകയും അവരുടെ ലീഫിൽ ഈ പറഞ്ഞ പോലെ വാട്ടർ കണ്ടന്റ് കാണും. അതൊക്കെ നമ്മുടെ സറൗണ്ടിങ് ടെമ്പറേച്ചറിനെ സ്റ്റെബിലൈസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെയാണ്. അതൊന്നും ഇല്ലാതെ വരുന്നത്, അതായത് പ്ലാന്റ്സിന്റെ അവൈലബിലിറ്റി ഇല്ല, വാട്ടർ റിസർവേഴ്സിന്റെ അവൈലബിലിറ്റി ഇല്ല. ഇതൊക്കെ ഈ പറഞ്ഞ രീതിയിൽ ഇവിടുത്തെ ഇവാപ്പോ ട്രാൻസ്പിറേഷൻ കുറയ്ക്കാനായിട്ട് ഇടയാക്കും. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ പ്രദേശത്ത് ചൂട് കൂടുന്നത് നമുക്ക് കാണേണ്ടതായിട്ട് വരും. ദെൻ ക്ലോസ് കൺസ്ട്രക്ഷൻ, അതായത് നഗരങ്ങളിലൊക്കെയാണ് അടുപ്പിച്ചടുപ്പിച്ചാണ് വീടുകളും അല്ലെങ്കിൽ കെട്ടിടങ്ങളൊക്കെ ഉള്ളത്. അപ്പൊ അതുപോലെ ഈ പറഞ്ഞ പോലെ ചൂടിന്റെ അളവ് കൂടുതൽ സൺലൈറ്റ് റിഫ്ലക്ട് ചെയ്യുക അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സൺലൈറ്റിന്റെ ഹീറ്റ് അബ്സോർബ് ചെയ്യാനായിട്ടൊക്കെ ഇത് വഴി തെളിക്കുമെന്നുള്ളൊരു കാര്യം ഓർക്കാം. ഇങ്ങനെയുള്ള ഫാക്ടേഴ്സ് ആണ് നമ്മുടെ അർബൻ ഏരിയാസിനെ കൂടുതൽ ഹീറ്റ് ഐലൻഡ്സ് ആക്കി മാറ്റുന്നത്. അപ്പൊ ഇതൊരു പ്രിലിംസിന്റെ ഒരു ഏരിയ ആണ്. അപ്പൊ അതുകൊണ്ട് ഏതൊക്കെ ഫാക്ടേഴ്സ് അർബൻ ഹീറ്റ് ഐലൻഡിലേക്ക് നയിക്കും എന്നുള്ളൊരു കാര്യം ഒന്ന് മനസ്സിലേക്ക് വെച്ചാൽ മതി. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ആർട്ടിക്കിളിലേക്ക് മൂവ് ഓൺ ചെയ്യാണ്. ഇതാണ് നമ്മുടെ ആ ഒരു പിക്ചർ ആയിട്ടുണ്ടായിരുന്ന ഇന്നത്തെ ന്യൂസ് പേപ്പറിനകത്ത്
പൊബിറ്റോറ വൈൽഡ് ലൈഫ് സാങ്ച്വറിയെ കുറിച്ചിട്ടാണ്. ആസാമിലാണ് ഈ സാങ്ച്വറി എന്നുള്ള കാര്യം ആദ്യം തന്നെ ഡിനോട്ട് ചെയ്തേക്കുക. അപ്പൊ അതുകൊണ്ട് നമുക്ക് നോക്കേണ്ടത് ഈ പൊബിറ്റോറ വൈൽഡ് ലൈഫ് സാങ്ച്വറിയെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് പ്രിലിംസിന് എക്സ്പെക്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഇത് ബ്രഹ്മപുത്ര നദീതീരത്താണ് എന്നുള്ള കാര്യം, ഫ്ലഡ് പ്ലെയിൻസിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നുള്ള കാര്യം ആദ്യമേ മനസ്സിലാക്കി വെച്ചേക്കുക ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ആസാം. ദെൻ നമ്മൾ ആസാം എന്ന് പറയുമ്പോൾ കസിരംഗ നാഷണൽ പാർക്ക് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഈ പൊബിറ്റോറ വൈൽഡ് ലൈഫ് സാങ്ച്വറി വിളിക്കുന്ന മറ്റൊരു പേരാണ് മിനി കാസിരംഗ. കാരണം കസിരംഗയുടെ ഒട്ടുമിക്ക സിമിലർ ലാൻഡ്സ്കേപ്പും സൈസബിൾ പോപ്പുലേഷൻ ഓഫ് വൺ പോണ്ട് റൈനോയും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഈ പിക്ചറിലാണ് നിങ്ങൾക്ക് കാണാം വൺ പോണ്ട് റൈനോസിനെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ കസിരംഗയുടെ അത്ര തന്നെ ഓൾമോസ്റ്റ് ഒരു പോപ്പുലേഷനും ആ ഒരു സിമിലർ ലാൻഡ്സ്കേപ്പും കാണുന്നതുകൊണ്ടിട്ടാണ് പൊബിറ്റോറ വൈൽഡ് ലൈഫ് സാങ്ച്വറി ഓൾസോ നോൺ ആസ് മിനി കാസിരംഗ. ദെൻ ഇവിടെ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ആനിമൽസ് ഏതൊക്കെയാ നോക്കിക്കഴിഞ്ഞാൽ ലെപ്പേർഡ് ക്യാറ്റ്, ഫിഷിംഗ് ക്യാറ്റ്, ജംഗിൾ ക്യാറ്റ്, ഫെറൽ ബഫല്ലോ, വൈൽഡ് പിഗ്സ്, ചൈനീസ് പാങ്കോളിൻസ് എക്സെട്രയൊക്കെയാണ് ഇവിടെ പ്രധാനമായിട്ടും കാണപ്പെടുന്ന ഫൗണ അല്ലെങ്കിൽ ആനിമൽ സ്പീഷീസ്. ദെൻ ഫ്ലോറ നോക്കുവാണെങ്കിൽ ഇത് ഓൾമോസ്റ്റ് ഒരു വെറ്റ് സവന്ന ഒരു ടൈപ്പാണ് ഇവിടെ കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലുള്ള ആ ഒരു വാട്ടർ ബോഡീസിന്റെ ഏരിയ പറഞ്ഞ വാട്ടർ ബോഡീസിൽ ചുറ്റപ്പെട്ടൊക്കെ നിൽക്കുന്നതാണ് ഒരു വെറ്റ് സവന്ന ഒരു ഏരിയയാണ് ഇവിടെ ഫ്ലോറ സെൻസിൽ നമുക്ക് പറയാനായിട്ട് വരുന്നത്. ഈ കാര്യം നോക്കിയാൽ മെയിൻ ആയിട്ട് ഈ ഒരു കണ്ടന്റ് പ്രിലിംസുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് പഠിച്ചിരിക്കുക. ഓക്കെ, ഇനി നമ്മൾ ലാസ്റ്റ് ടോപ്പിക്കാണ് സിക്കിൾ സെൽ അനീമിയുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്കാണ് ഇന്ത്യ ഐസ് ബ്രേക്ക് ത്രൂ അഗെയിൻസ്റ്റ് സിക്കിൾ സെൽ അനീമിയ. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ ഈ ടോപ്പിക് ഇത് സയൻസ് ബേസ്ഡ് ടോപ്പിക്കാണ്. ഇവിടെ നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കേണ്ട ആദ്യം ഇതാണ് സിക്കിൾ സെൽ അനീമിയ. അതായത് റെഡ് ബ്ലഡ് സെൽസ് സിക്കിൾ സെൽ അനീമിയ ബാധിച്ച് കഴിയുമ്പോഴത്തെ അവസ്ഥയാണ് ഇങ്ങനെ കാണപ്പെടുന്നത്. അപ്പൊ അതിന് എന്താണ് സിക്കിൾ സെൽ അനീമിയ നോക്കാം. ഇതൊരു ഇൻഹെറിറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് ഡിസോർഡർ, നമ്മുടെ DNA മാറ്റം വരുമ്പോഴേക്കാണ് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. ഒരു ഇൻഹെറിറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് ഡിസോർഡർ ആണ്. ഇത് മെയിൻലി അഫക്ട് ചെയ്യുന്നത് നമ്മുടെ ഹീമോഗ്ലോബിനെയാണ് അഫക്ട് ചെയ്യുന്നത്. അതായത് മോളിക്യൂൾ ഇൻ റെഡ് ബ്ലഡ് സെൽസ് RBCസിലെ ഹീമോഗ്ലോബിൻ അഫക്ട് ചെയ്യും. ഇവരാണ് നമ്മുടെ ശരീരത്തിലൂടെ ഓക്സിജൻ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. അപ്പോൾ ബേസിക്കലി ഇതിപ്പോൾ റൗണ്ട് സെൻസിൽ ഇരിക്കേണ്ട, റൗണ്ട് കളറിൽ ഇങ്ങനെ ഇരിക്കേണ്ടതാണ്, ഇങ്ങനെ റൗണ്ട് കളറിലൊക്കെ ഇരിക്കേണ്ടതാണ്. ഇത് ബേസിക്കലി ആ ഒരു സിക്കിൾ സെൽ ബാധിച്ചു കഴിയുമ്പോഴേക്കും ഈ ഒരു ഷേപ്പിലേക്ക്, ഒരു ക്രസന്റ് മൂൺ ഷേപ്പിലേക്ക് ഇത് മാറും. അങ്ങനെ മാറി കഴിയുമ്പോഴേക്കും ഇത് ഡ്രൈ അപ്പ് ആകും. നമ്മുടെ ബ്ലഡ് വെസൽസ് ഉണ്ട്, നമ്മുടെ രക്തക്കുഴലുകൾ, അവിടേക്ക് ഈ പറഞ്ഞ ഇത് സ്റ്റക്ക് ഇരുന്നിട്ട് ഈ പറഞ്ഞ പോലെ ബ്ലഡിന്റെ ആ ഒരു ഫ്ലോയെ തടസ്സപ്പെടുത്തും. അങ്ങനെയാണ് നമ്മുടെ ബോഡിയുടെ മറ്റു പല പാർട്സിനെ ഇത് അഫക്ട് ചെയ്യും. സോ പീപ്പിൾ വിത്ത് ദിസ് is how a typical hemoglobin molecules called hemoglobin S ഇവരുടെ ഇതിനകത്തുണ്ടാവും, which can distort red blood cells into a sickle or a crescent. ആ ഒരു ക്രസന്റ് ഷേപ്പ് നമ്മൾ കണ്ടില്ല, ഇങ്ങനെ ഒരു ക്രസന്റ് പോലെ ഒരു ഷേപ്പിലേക്ക് രൂപപ്പെടും ഷേപ്പ്. ആൻഡ് ദിസ് സിക്കിൾ സെൽസ് ആർ ഓൾസോ ബിക്കം റിജിഡ് ആൻഡ് സ്റ്റിക്കി വിച്ച് ക്യാൻ സ്ലോ ഓർ ബ്ലോക്ക് ദ ബ്ലഡ് ഫ്ലോ. അങ്ങനെയാണ് നമ്മുടെ ശരീരത്തിന് മറ്റു പല പ്രശ്നങ്ങളിലേക്ക് ഇത് നയിക്കപ്പെടുന്നത്. അപ്പം ഓക്സിജൻ ക്യാരി കപ്പാസിറ്റി ഇത് ബേസിക്കലി ഇത് കുറയ്ക്കും. ആ ഒരു ഇത് ബ്ലോക്ക് ആയിട്ടിരുന്ന ഓക്സിജൻ ക്യാരി ബ്ലഡിന്റെ ഒക്കെ ആണെങ്കിലും ഓക്സിജൻ ക്യാരി കപ്പാസിറ്റി ഇതിൽ റിഡക്ഷൻ വരും എന്നുള്ള കാര്യം ഓർക്കാം. മെയിൻലി ഇത് ഇൻഹെറിറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് ഡിസോർഡർ എന്നുള്ളൊരു കാര്യം മറന്നേക്കരുത്. ഇതൊക്കെയാണ് പലപ്പോഴും ഇതിൽ നിന്ന് ചോദിച്ച് കാണാറുള്ള ഏരിയാസ്. ഓക്കെ, അപ്പൊ ഇനി ഒരു കാര്യം കൂടെ അറിഞ്ഞിരിക്കണം. നമ്മൾ പ്രധാനമായിട്ടും ഈ വർഷത്തെ അല്ല, ഇതിന് മുമ്പത്തെ യൂണിയൻ ബഡ്ജറ്റ് 2023 നമ്മൾ ഒരു നാഷണൽ സിക്കിൾ സെൽ അനീമിയ മിഷൻ എലിമിനേഷൻ മിഷൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. 2040, അതായത് 2047 ആകുമ്പോഴേക്കും സിക്കിൾ സെൽ അനീമിയ നമ്മുടെ രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കണം എന്നുള്ളതാണ് ഈ ഒരു വിഷന് കൊണ്ട് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇത് കൂടുതലായിട്ടും കാണപ്പെടുന്നത് നമ്മുടെ ട്രൈബൽ ഏരിയസിലാണ്. അപ്പോൾ ട്രൈബൽ ഏരിയസിലൊക്കെ കൂടുതലായിട്ടും ഇതിന്റെ സ്ക്രീനിങ് മീൻസ് ഇതിന്റെ ഈ പറഞ്ഞ പോലെ ഈ ഒരു അസുഖമുണ്ടോ ഇല്ല എന്നുള്ള കാര്യങ്ങളെ കൂടുതൽ പരിശോധന നടത്തുക, എന്നിട്ട് അതിന് വേണ്ടുന്ന മരുന്നുകളൊക്കെ സപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ കൂടുതൽ അവയർനെസ് പബ്ലിഷ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ ഈ ഒരു സിക്കിൾ സെൽ അനീമിയ നമ്മുടെ രാജ്യത്ത് നിന്ന് തുടച്ചു നിൽക്കാനായിട്ടാണ് പ്രധാനമായിട്ടും ഈ മിഷനും കൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് കൂടുതലായിട്ടും കണ്ടുവരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 to 40 years ഓഫ് ഏജ് ഗ്രൂപ്പിലാണ് കൂടുതലായിട്ടും ഈ ഒരു അസുഖം കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ അവരെയായിരിക്കും നമ്മൾ ടാർഗറ്റ് പീപ്പിൾ. ട്രൈബൽ ഏരിയസിലൊക്കെ ആണെങ്കിലും ഈ ഒരു ഏജ് ഗ്രൂപ്പിലെ ആൾക്കാരെയും കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്ന കാര്യം കൂടി കൃത്യമായിട്ടും മനസ്സിലാക്കി വെച്ചേക്കാം. ഓക്കെ, സോ ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ DNA നമുക്ക് മെയിൻലി നോക്കാനുള്ളത്. ഇത് നമ്മുടെ പ്രിലിംസ് ബേസ്ഡ് MCQ ആണ്. തൊട്ട് മുമ്പ് നമ്മൾ കണ്ട സിക്കിൾ സെൽ അനീമിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ചോദ്യം ഇട്ടിരിക്കുന്നത്. 2 സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇസ് എ ഫോം ഓഫ് ബോഡി ഡിസീസ് ദാറ്റ് അഫക്ട്സ് ദ വൈറ്റ് ബ്ലഡ് സെൽസ് ഓഫ് ദ ബോഡി. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് there is no cure for most people with sickle cell anemia. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് വായിച്ച് നോക്കിയിട്ട് ഇതിനകത്ത് ഏതാണ് കറക്റ്റ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് കറക്റ്റ് എങ്കിൽ A ഓപ്ഷൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് കറക്റ്റ് എങ്കിൽ B ഓപ്ഷൻ ചൂസ് ചെയ്യാം. രണ്ടും കറക്റ്റ് ആണെങ്കിൽ C ഓപ്ഷൻ ചൂസ് ചെയ്യാം. രണ്ട് തെറ്റാണെങ്കിൽ D ഓപ്ഷൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. എന്തായാലും ഇത് വായിച്ചിട്ട് നിങ്ങൾ എല്ലാവരും ആൻസർ എഴുതണം. കമന്റ് ബോക്സിൽ നിങ്ങളുടെ ആൻസർ രേഖപ്പെടുത്തുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ DNA നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത്. ഇന്ന് ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് എല്ലാവരും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.